നമുക്കിന്ന് സവാളയൊന്നും വഴറ്റാതെ തന്നെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് കുക്കറിലൊരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 3 പേർക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നന്നായിട്ട് ചിക്കൻ ഒന്ന് വരഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് കളറ് കിട്ടാനായിട്ട് നല്ലത് മുളക് പൊടി ചേർക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം സ്പൈസി അല്ലാത്തൊരു ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മസാലകളെല്ലാം ചിക്കനിലൊന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മൂടി തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതിൽ വേണം നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇതിലേക്ക് ഇനി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം എല്ലാം ആയി വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ ഈ വെള്ളം തനിയെ തന്നെ വറ്റി റെഡിയായി വന്നോളൂ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് റെഡിയായി ചിക്കൻ കുക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും ചേർത്ത് സ്പൈസസ് എല്ലാം ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം നമ്മുടെ മസാലയുടെ മുകളിലായി റൈസ് ഇട്ട് കൊടുക്കാം. ഇതിന് മീതെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും നെയ്യിലൊന്ന് വറുത്തതാണ്. ആ നെയ്യ് ഉൾപ്പെടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.